ഈ കഥയുടെ പേര് ലിവറേറ്റ് മാരേജ്. ഇത് ബൈബിളിലൊരു ടേമാണ് ലിവറേറ്റ് മാരേജ്. ബൈബിളിൽ അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നു, ലിവറേറ്റ് മാരേജ്. പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിലാണ് ഇതിന് കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്നത്. യഹൂദരുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഭർത്താവ് കുട്ടികളില്ലാതെ അയാൾ മരിച്ചു പോയാൽ ആ സ്ത്രീയെ ഭർത്താവിൻ്റെ അനുജൻ കല്യാണം കഴിക്കണം. അത് ബൈബിൾ നിയമമാണ്. അതൊരു ബൈബിൾ നിയമം മാത്രമല്ല, മതപരമായിട്ടുള്ളൊരു സത്യസന്ധത കാണിക്കലാണ്. അതിന് കാരണം എന്താ വെച്ചാൽ മരണപ്പെട്ട മകൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയെ ഈ സ്ത്രീ പിന്നീട് പ്രസവിക്കുന്ന കുട്ടി ആ ജ്യേഷ്ഠൻ്റെ ആയിരിക്കും എന്നാണ് വിശ്വാസം. അതായത് ഈ അനിയൻ കല്യാണം കഴിച്ചെങ്കിലും അനിയൻ്റെ കുട്ടിയാണ് ജനിക്കുന്നതെങ്കിലും മരണപ്പെട്ട ജ്യേഷ്ഠൻ്റെ കുട്ടിയായിരിക്കും എന്നാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ ഒരു കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒമാൻ എന്നും പറഞ്ഞ ഒനാനോട് അവൻ്റെ പിതാവ് പറയും, ഒനാൻ എന്നയാളുടെ പേര്, പിതാവ് പറയും, നീ തമാറിനെ വിവാഹം കഴിക്കണം. തമാർ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. തമാറിനെ വിവാഹം കഴിക്കാൻ പറയും. അപ്പോൾ ഇവന് ഇഷ്ടമല്ല ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ. അപ്പോൾ കുട്ടികളുണ്ടാകാതെ വന്നാൽ ഇവന് വേണമെങ്കിൽ അവരെ വീണ്ടും ഡൈവോഴ്സ് ചെയ്യാം. അങ്ങനെയൊരു നിയമമുണ്ട്. പക്ഷെ അതിന് ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ശാരീരിക ബന്ധം നടന്ന് ആ ശുക്ല വിസർജനം യോനിക്ക് പുറത്ത് നടത്തും. അപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇത് മനസ്സിലാക്കി ദൈവം അവനെ ശിക്ഷിച്ചു, അവരെ ശപിച്ചു എന്നാണ് ഈ കഥ പറയുന്നത്. പക്ഷേ ഇതേപോലെ ഇംഗ്ലണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹെൻറി എട്ടാമൻ തൻ്റെ മരണപ്പെട്ട സഹോദരൻ ആർതറുടെ ഭാര്യ കാതറിനെയാണ് വിവാഹം കഴിച്ചത്. ഇതേ നിയമം അനുസരിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അതുപോലെ ഹെൻറി എട്ടാമൻ്റെ സഹോദരൻ ആർതർ വെയിൽസ് രാജാവായിരിക്കുമ്പോൾ വിധവയായ സഹോദരൻ്റെ ഭാര്യ കാതറിനെ വീണ്ടും വിവാഹം കഴിക്കുന്നു. പക്ഷേ പെട്ടെന്ന് മരണപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹെൻറി എട്ടാമന് കുട്ടികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കാതറിനെ വീണ്ടും രണ്ടാമത് വേറെ ആനിബോളിനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കും, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും അന്നത്തെ ഇംഗ്ലണ്ടിലെ പള്ളിയൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെയാണ് അവിടെ മതവിപ്ലവം, നവോത്ഥാനമെല്ലാം നടക്കുന്നത്.